ആവശ്യമില്ലാത്ത തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ശരീരത്തിന്റെ അവയവങ്ങളെ ഒന്നും നമ്മൾ കൊണ്ടുപോകാൻ നിൽക്കണ്ട. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ഇത്തഖുസിനാ, വ്യഭിചാരത്തെ സൂക്ഷിക്കണേ സ്വഹാബ, വ്യഭിചാരത്തെ സൂക്ഷിക്കണേ സ്വഹാബ. ആ വ്യഭിചാരത്തിലൂടെ നിങ്ങൾക്ക് വലിയ നാശമുണ്ടാകുമേ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ ഹേതുവാകുമേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്ന ഫീഹി സിത്ത ഖിസാൽ, ഈ ദുനിയാവിൽ വിചരിക്കുന്ന ഏതൊരു മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, 6 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമേ. 6 കാര്യങ്ങൾ വന്നു ചേരുമേ. ഫലാസും ഫി ദുനിയാ വഫലാസും ഫിൽ ആഖിറ. 3 കാര്യങ്ങൾ ദുനിയാവിൽ തന്നെയാണ്, 3 കാര്യങ്ങൾ ആഖിറത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഹിസാബാണ്. ഇത് പറഞ്ഞത് ലോകൈക ഗുരുവാണ്, ഹബീബായ നബി തങ്ങളാണ്, സാദിഖുൽ മസ്തൂഖാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത, കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്തതായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധങ്ങൾ പറഞ്ഞതാണ്. വിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല, കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ച, മോശപ്പെട്ട കാഴ്ച കണ്ണിന്റെ വിചാരം, കാതുകൾ കൊണ്ടുള്ള കേൾവി കാതിന്റെ വിചാരം, നാവ് കൊണ്ടുള്ള സംസാരം കിന്നാരം പറച്ചിൽ നാവിന്റെ വിചാരം, കൈകൾ കൊണ്ടുള്ള പിടുത്തം. ചില ആളുകൾക്ക് ബസ്സിൽ കയറിയാൽ പിന്നെ പറയലാൽ അവിടെ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കണം, അതിനുവേണ്ടി കൈയായിട്ട് പോകും. അള്ളാഹു മളക്കാക്കട്ടെ. പിടിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഹാജിയാറെ പേരാണ്. അള്ളാഹു നമ്മളെ കാത് സംരക്ഷിക്കണം. അങ്ങനെയാണല്ലോ എന്ത് നീചവൃത്യം വന്നാലും നമ്മുടെ കൗമിന് 2-3 പേരുണ്ടാവും. സ്വർണം കൊണ്ടുവന്നു നോക്കുമ്പോൾ പറയാൻ പറ്റാത്ത സ്ഥലത്ത് കടത്തിയ അതിൽ കൂട്ടത്തിൽ 3 എണ്ണം നമ്മുടെ കൗമ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പണ്ട് ബെൽറ്റിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ദുബറിനകത്ത് കയറ്റി വിടുകയാണ്. ഇങ്ങനെയെങ്കിലും കാശ് കിട്ടിയാൽ മതി ഹാജിയാർക്ക്. പേര് മുസ്ലിമിന്റെ പേര്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. 10 ബിസ്ക്കറ്റ് വെച്ചിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സമ്പത്ത് എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അതൊന്നും ആഖിറം ഗുണപ്പെടൂല. ദുനിയാവിന് വേണ്ടി പുറകെയുള്ള ഓട്ടമാണ് ഇതൊക്കെ. പരലോകത്ത് വലിയ ശിക്ഷ ഉണ്ടാവും, ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ചൊല്ലിയിരുന്നു ഇസ്തിഗ്ഫാർ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു ഫീ കുല്ലി യൗമിൻ 100 മറ. ദിവസം 100 എണ്ണം ചൊല്ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റജബിൽ മാത്രമല്ല, എപ്പോഴും. കാന എന്ന പദം ദവാമിനെ കുറിക്കുമെന്നാണ് താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജമുൽ ജവാമിൽ രേഖപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ നിത്യമായി ചെയ്യുന്ന അമലായിരുന്നു അത്. അപ്പൊ നമ്മൾ എത്ര ചെല്ലണം? പാപം തീരെയില്ലാത്ത പാപ സുരക്ഷിതത്വമുള്ള പ്രവാചകർ തന്നെ 100 എണ്ണം ഡെയിലി ചെല്ലിയിരുന്നെങ്കിൽ നമ്മൾ എത്ര ചെല്ലണം? ചിന്തിക്ക്. അതുകൊണ്ട് തെറ്റിലേക്ക് പോകരുത്, തെറ്റുകുറ്റങ്ങളിലേക്ക് വ്യാപൃതരാകരുത്. നല്ല പോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഇതുവരെ ചെയ്തതൊക്കെ ഓക്കെ, ഇനി അങ്ങോട്ട് ചെയ്യാതിരിക്കുക. മേലിൽ തെറ്റിനെ ആവർത്തിക്കില്ല എന്ന് ദൃഢനിശ്ചയം വരിക. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ ഓർത്തിട്ട് ഖേദമുണ്ടാവുക. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ പൂർത്തീകരിക്കുക. ഇതൊക്കെയാണല്ലോ ഈ 4 കാര്യങ്ങളാണല്ലോ തൗബയുടെ നിബന്ധന. തൗബയുടെ നിബന്ധന ഇതൊക്കെയാണ്. ഒന്ന് ഖേദം, ചെയ്തുപോയ തെറ്റുകളെ കുറിച്ചുള്ള ഖേദം. രണ്ടാമത്തത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മൂന്നാമത്തത് അതിലേക്ക് ഇനി ഒരിക്കലും ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം മനസ്സുകൊണ്ടുണ്ടാവുക. 4മത്തത് ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ, സാമ്പത്തികമോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നസൂഹായ തൗബയായി മാറി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇത്തഖുസിനാ, 3 കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. വ്യഭിചാരത്തെ നിങ്ങൾ ഗൗനിക്കണേ, വ്യഭിചാരത്തെ ഗൗനിക്കണേ. അതിലൂടെ 6 കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമേ. 3 എണ്ണം ദുനിയാവിലാണ്, 3 എണ്ണം ആഖിറത്തിൽ കിട്ടുന്നതാണ്. 3 കാര്യങ്ങൾ ദുനിയാവിൽ വന്നു ചേരും. ഒന്ന്, യുദ്ഹിബുൽ ബഹാ, അവന്റെ മുഖത്തിന്റെ മുഖകാന്തി, ആത്മീയമായ പ്രഭ അള്ളാഹു എടുത്തുകളയും. വിഭജിക്കുന്നവൻ എത്ര ഫേഷ്യൽ ചെയ്ത് നടന്നിട്ടും കാര്യമില്ല. മുഖത്തിന്റെ ഒരു മുഖകാന്തി ഉണ്ട്, അത് എടുത്തു കളയും അല്ലാഹു. ആത്മീയമായ ഒരു പ്രഭയുണ്ട്, അത് എടുത്തു കളയും. അങ്ങനെ ഒരു പ്രഭയുണ്ടോ? ഉണ്ടല്ലോ. സീമാഹും ഫീ വജൂഹിഹിം മിൻ അഫരിസ് സുജൂദ്. സ്വാലിഹീങ്ങളാകുന്ന ആളുകളെ തിരിച്ചറിയുക അവരുടെ മുഖത്തിന്റെ ആത്മീയമായ പ്രഭ കൊണ്ടാണ്. സ്വാലിഹീങ്ങൾക്ക് തമ്മിൽ തിരിയും. അവ മുഖത്തിന് എത്ര ഫേഷ്യൽ ചെയ്തിട്ടും കാര്യമില്ല.
പെടിക്കേറും മണിക്കൂറും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കാണ് ഹാജിയാര്. 10 പേരുടെ മുന്നിൽ കരുമാണിക്കും. ഒന്നും ഒരു കാര്യമില്ല. എല്ലാ ആത്മീയ പ്രഭയും നിൽക്കുന്നത് മുഖത്തിലാണ്. അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയും, സാലിഹ്യങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നിന്റെ മുഖത്തിന്റെ ആത്മീയ പ്രഭ ആദ്യം തന്നെ ഇല്ലാതാവും. എല്ലാ ദിവസവും രാത്രി എന്നിട്ട് വാതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഡബ്ല്യു അടിച്ചിട്ട് സണ്ണിയിലിയാനൊന്ന് കുളിച്ചോ, എന്തായി ഒന്നു കൊടുത്തോ പറയും നോക്കി നടക്കുന്നവന്മാരാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. രാത്രിയിൽ എല്ലാ ദിവസവും ഡബ്ല്യു അടിച്ച് അങ്ങനെ നിൽക്കുന്ന ആളുകൾ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകുന്നവർ, കാതുകളെ കൊണ്ടുപോകുന്നവർ, ശ്രദ്ധിച്ചോ, ആത്മീയമായ പ്രഭയെ അള്ളാഹു ഇല്ലാതാക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇപ്പൊ നല്ല വെളുപ്പം നല്ലതൊക്കെ ഉണ്ടാവും, വെളുത്തിട്ട് പാറുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ കറുത്തിട്ട് പാറും, അത്രയേ ഉള്ളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇപ്പൊ നല്ല വെളുത്തിട്ട് പാറാനുള്ള ക്രീമൊക്കെ തേച്ച് റാഹത്തായിട്ട് നിന്നാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ കറുത്തിട്ട് പാറും. അതാ ഉണ്ടാകാൻ പോകുന്നത്. ആളുകൾ പറയും മരിച്ചു കിടക്കുമ്പോൾ എന്തുകൊണ്ടും വല്ലാത്തൊരു ഇതല്ലോ എൻ്റെ മുഖത്ത് എന്ന് പറയും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വയൂരിസുൽ ഫഖറ, അവന്റെ സമ്പത്ത് അല്ലാഹു എടുത്തു കളയുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ഉന്നതമായ സമ്പത്തിൽ അവൻ വിരാജിച്ചവനായിരുന്നാലും, എത്ര വലിയ മുതലാളിയായിരുന്നാലും, എത്ര വലിയ സമ്പത്തിന്റെ ഉടമയുടെ മകനായിരുന്നാലും മകളായിരുന്നാലും, പെങ്ങളെ ചെറുപ്പക്കാരാ, വയൂരിസുൽ ഫഖറ, ദാരിദ്ര്യം അവർക്ക് വന്നു ചേരുമേ. ഇത് പറഞ്ഞത് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് അവരെത്തും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലര് പറയുന്നുണ്ടല്ലോ, കാശൊന്നും ഉസ്താദ് നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാശൊന്നും അങ്ങോട്ട് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ മൊബൈലിനകത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നിർത്തിക്കും, എന്നാൽ തന്നെ നന്നാവും. ആര്യാർ എപ്പോഴും തോണ്ടിയിട്ട് അവിടെ എത്തുമ്പോൾ പിന്നെ താഴോട്ട് പോകുന്നില്ല. ഇതന്നെ നോക്കിയിട്ട് നല്ല രസമാണ്. ഒന്നും കൂടി കണ്ടു, ഒരു വട്ടം കൂടെ കണ്ടു ആര്യാർക്ക് റാഹത്തെ, 3 വട്ടം കണ്ടു, കൂലി കൂടുതൽ കിട്ടും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ദാരിദ്ര്യം വന്നു ചേരും. ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവൂല. ഇപ്പൊ അത്യാവശ്യം കാശ് പച്ചപ്പൊക്കെ ഉണ്ടാവും. അത് കണ്ടുകൊണ്ട് നീ നെകളിക്കണ്ട. അടുത്ത സെക്കൻഡിൽ യൂരിസെന്ന എന്ന് പറഞ്ഞാൽ അനന്തരം എടുക്കും. നിനക്ക് കിട്ടിയില്ലെങ്കിലും പണി കിട്ടുന്നത് തലമുറകൾക്ക് കിട്ടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, അതോ അവരുടെ വല്യുപ്പൊക്കെ ഭയങ്കര കാശുള്ള ആൾക്കാരായിരുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. മക്കളൊക്കെ അതാ ഒന്നും ഇല്ലാതെ നടക്കുന്നു. തലമുറ മുഴുവനും വെണ്ണീറായിപ്പോവും, എല്ലാം തീരും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എത്ര ഉണ്ടെങ്കിലും ഇല്ലാതാവും. നബിയുടെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ട് ശ്രദ്ധിച്ചോ, തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വയൻഖുസുൽ ഉമറു, ആയുസ് ചുരുങ്ങിപ്പോകും സ്വഹാബ. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കേണ്ടവനാണ്. 70, 90, 100 വയസ്സ് വരെ ജീവിക്കേണ്ടതാകുന്ന സഹോദരനാണ്. പക്ഷേ 40 ആകുമ്പോ 20 ആകുമ്പോ 30 ആകുമ്പോ ഇതാ മരണത്തിന് കീഴടങ്ങുകയാണ്. അടുത്ത സെക്കൻഡിൽ മരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? വ്യഭിചാരത്തിലേക്ക് ബന്ധപ്പെടുന്നവരെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, കൈകൾ കൊണ്ട്, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് വ്യഭിചരിക്കാൻ തുനിയുന്നവരെ ആയുസ് ചുരുങ്ങി പോകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ 3 കാര്യങ്ങൾ ദുന്യാവിൽ വന്ന് ചേരുന്നത് പഠിച്ചു. ശരിക്കും ശ്രദ്ധിച്ചോ. ഇപ്പൊ ഇത്രയും നേരം വാല് ശ്രദ്ധിക്കാത്തവർ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ശ്രദ്ധിക്കും. ഇപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. എന്താന്ന് മനസ്സിലാകുന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ഫുള്ള് 2 ചെവിയും കൊടുക്കാൻ അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അപ്പൊ മുഖത്തിന്റെ മുഖകാന്തി നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത്തത് ആയുസ് ചുരുങ്ങിപ്പോകും. അതുപോലെ തന്നെ മൂന്നാമത്തത് അവന്റെ ദാരിദ്ര്യത്തിലേക്ക് വന്നു ചേരും. ഈ 3 കാര്യങ്ങൾ ദുനിയാവിൽ സുനിശ്ചിതം. നബി തങ്ങളുടെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാളെ ആഖിറത്തിൽ കിട്ടുന്ന പണി. ഇവിടെ നിന്ന് കഴിഞ്ഞു, ഇവിടെ എല്ലാം കഴിഞ്ഞ് നാളെ ആഖിറത്തിൽ ഒന്നും ഇല്ലാന്ന് കരുതണ്ട. അവിടെയാണ് പണി കിട്ടാൻ പോകുന്നത്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യൂജിദു സഖത്തല്ലാഹ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവായ അല്ലാഹുവിന്റെ കോപത്തിന് അവൻ പാത്രീഭൂതനാകുമേ. അല്ലാഹ് മൈൻഡ് ചെയ്യൂല. മഹ്ശറയിൽ റബ്ബിന്റെ ഏറ്റവും വലിയ കോപം അവനിലായിരിക്കും. ഈ ദുനിയാവിൽ വിചരിക്കുന്ന സഹോദര സഹോദരിമാർ ഏറ്റവും വലിയ ദേഷ്യം അവരോടായിരിക്കും.
കാരണം എന്തുകൊണ്ട്? ലാ തഖറബു സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ, അടുക്കരുതേ. വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. ലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷാ. ഏറ്റവും മോശപ്പെട്ട പ്രവണതയാണത്, ഏറ്റവും നീചവൃത്തിയാണത്. അതിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞ വചനത്തെ അവഗണിച്ചുകൊണ്ട് നടന്നവളല്ലേ, അവഗണിച്ചുകൊണ്ട് നടന്നവനല്ലേ ആഖിറത്തിലേക്ക് എത്തുമ്പോ അല്ലാഹുവിന്റെ കോപത്തിനവൻ കാരണക്കാരനാകുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. നാളെ പണി കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമതായി ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷയിൽ രണ്ടാമത്തത് വസൂഅൽ ഹിസാബ്, വളരെ വേദനാജനകമാകുന്ന ഹിസാബായിരിക്കും. ഏറ്റവും മോശപ്പെട്ട നിന്ദ്യമായ ഹിസാബായിരിക്കും അവനുണ്ടാവുക. വിചാരണ കനക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. ആർക്കെങ്കിലും ഹിസാബ് കനത്താൽ ഉറപ്പായിട്ട് ശിക്ഷ ഉണ്ടാവും, ശിക്ഷ ഉറപ്പാണ്. അവിടാണല്ലോ വെള്ളിയാഴ്ച ദിവസം നമ്മള് നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം ഓതുമ്പോൾ എന്ത് പറയും? സുമ്മ ഇന്ന അലീന ഹിസാബഹും, പിന്നെ അവരുടെ ഹിസാബ് നമ്മുടെ മേലാണ്. അള്ളാഹ് പറയുന്നതായിട്ടുള്ള ആയത്താണത്. അപ്പൊ നമ്മളൊക്കെ എന്ത് പറയണം? അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി, അല്ലാഹു എന്റെ ഹിസാബിനെ നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഇത് പറഞ്ഞിട്ടാണ് എങ്ങോട്ട് പോവാ? റുക്കോയിലേക്ക് പോകല് ആണോ അല്ലയോ? അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി ചോദിക്കണം. സുന്നത്താണ് ആ പ്രാർത്ഥന. എന്റെ ഹിസാബിനെ നീ എളുപ്പമാക്കി തരണേ അല്ലാ. കാരണം ഹിസാബ് വളരെ വലുതാണ്. ഹിസാബ് കനത്താൽ, വിചാരണ കനത്താൽ വലിയ ശിക്ഷയുണ്ടാകും. വനുഫിഖ ഫിസ്സൂർ فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ മൂന്നാമത്തെ ഊത്തങ്ങോട് ഓതുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ജനങ്ങളിതാ മഹ്ശറയിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് പോയാണ്. ആ സമയത്ത് ജനങ്ങളിതാ ചോദിക്കുകയാണ്, ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? മംബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? അപ്പോൾ വിളിച്ചു പറയുകയാണ്, മലക്കുകൾ മുഖേന അല്ലാഹു അറിയിപ്പ് കൊടുക്കുകയാണ്, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. റഹ്മാനാകുന്ന പടച്ചറബ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതായ ദിവസമില്ലേ, ദിവസമില്ലേ, നന്മതിന്മകൾക്ക് പരിപൂർണമായി പ്രതിഫലം നൽകുന്ന ദിവസമാണ്. മഹ്ശറയുടെ ദിനമാണ്, ലോകാവസാനത്തിന്റെ ദിനമാണ്. ഈ ദിവസത്തിലാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് കേട്ടോ. വസദഖൽ മുർസലൂൻ, ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള സർവ്വ റസൂലുകളും ഈ ലോകത്ത് വന്നുകൊണ്ട് പ്രബോധനം നടത്തിയത് ഈ ഒരു ദിവസത്തെ കുറിച്ചാണ്. ആഖിറത്തിൻ്റെതാകുന്ന പ്രഥമമായ ദിവസമാണ്, പരലോക ദിവസമാണ്. എല്ലാവരും വന്ന് നിൽക്കാൻ. ഇൻ കാനത് ഇല്ലാ സയ്ഹതൻ വാഹിദ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. സൂറത്ത് യാസീനിലൂടെ ഓതി പഠിച്ചവരല്ലയോ? ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി ലോകം മുഴുവനും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ഖുർആനിലൂടെ അടിവരയിടുകയാണ്. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയാ, തങ്ങൾ
തങ്ങളുടെ സമുദായത്തെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സമുദായവും അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയമാണ്. വല്ലാത്ത രംഗമാണ്. യൗമ യഖൂമുർ റൂഹ് വൽ മലായികതു സഫാ ലാ يتكلمون إلا من أذن له الرحمن. അല്ലാഹു അനുവാദം നൽകിയിട്ടുള്ളതായ ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവനും ഇതാ മഹ്ശറയിൽ പ്രയാസപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് സർവ്വ അമ്പിയാക്കളും സർവ്വ ഔലിയാക്കളും സർവ്വരുവിധ മഹ്ശറയിലേക്ക് വന്നുകൊണ്ട് സഫ് സഫായി നിൽക്കുകയാണ്. മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ എല്ലാ മലക്കുകളും അല്ലാഹുവിന്റെ ദർബാറിൽ സഫ് സഫായി അണിയൊപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഓരോ സമുദായത്തെയും അതത് സമുദായത്തെ വഹിച്ചുകൊണ്ട് അവരുടെ നേതൃത്വമാകുന്ന പ്രവാചകന്മാർ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരുകയാണ്. എല്ലാവരും വന്നു നിൽക്കുന്ന മഹ്ശറയിൽ അല്ലാഹു കനത്ത വിചാരണയ്ക്ക് അല്ലാഹു വിധേയമാക്കുമേ. ഈ ദുനിയാവിൽ വിചരിച്ച ആളുകൾക്കെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇന്ന അവ്വല അള്ളിൻ മിനൽ ഇൻസാൻ യതകല്ലമു യൗമ യുഖ്തമുൽ നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ തിരുസവിധത്തിൽ വെച്ചുകൊണ്ട് എല്ലാ അവയവങ്ങളും പരിപൂർണമായി അല്ലാഹുവിനോട് മിണ്ടാട്ടമില്ലാതെ സംസാരമില്ലാതെ നാവ് കൊണ്ട് ചലിപ്പിക്കാൻ പറ്റാതെ നിൽക്കുമ്പോ അവന്റെ അവയവങ്ങൾ അവന് എതിരായി സാക്ഷി നിൽക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയല്ലോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലെത്തുമ്പോ നമ്മുടെ നാവുകൾക്ക് സംസാര വൈഭവം ഇല്ലേ ഇല്ല. നാവിന്റെ സംസാര വൈഭവം അല്ലാഹു എടുത്തു കളയുകയാണ്. കൈകളാണ് പടച്ചറപ്പിനോട് സംസാരിക്കുന്നത്, കാലുകളാണ് പടച്ചറപ്പിനോട് സംസാരിക്കുന്നത്, മനുഷ്യന്റെ അവയവങ്ങൾ അല്ലാഹുവിനോട് സംസാരിക്കുകയാ. ഇടതുകാലിന്റെ തുടയല്ല അല്ലാഹുവിന്റെ മുന്നിൽ വിളിച്ചു പറയുകയാണ്. ഇന്ന അവ്വല അള്ളിൻ മിനൽ ഇൻസാൻ യതകല്ലമു യൗമ യുഖ്തമുൽ അഫ്വാഹ്. മനുഷ്യന്റെ അവയവങ്ങൾ വാകൾ സീല് വെക്കപ്പെടുമ്പോ നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ ആദ്യമായി മനുഷ്യ മാനവ എനിക്കും നിങ്ങൾക്കും എതിരിൽ ആദ്യമായി സംസാരിക്കുന്നത് ഫഖുദുഹു മിനർരിജിലി ശിമാൽ. ഇടതുകാലിന്റെ തുടയല് അല്ലാഹുവിന്റെ ദർബാറിൽ നിന്നുകൊണ്ട് പറയുകയാ, അനറകിബുതുൽ ഹറാം അനറകിബുതുൽ ഹറാം. ഞാൻ ഇന്ന മനുഷ്യനുമായി ബന്ധപ്പെട്ടതായ ശരീരഭാഗമാണ്. എന്റെ തുടയല് ഇന്ന പെണ്ണുമായി ചേർന്നതാണ് അല്ലാഹ്. എന്റെ തുടയല് ഇന്ന ചെറുപ്പക്കാരനുമായി സന്ധിച്ചതാണ് അല്ലാഹ്. അനറകിബുതുൽ ഹറാം അനറകിബുതുൽ ഹറാം. നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് ആദ്യമായി മനുഷ്യ സഹോദര സഹോദരി നമുക്ക് എതിരിൽ സംസാരിക്കുന്നതായ അവയവം ഇടതുകാലിന്റെ തുടയലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു ശിക്ഷയെ തീരുമാനിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ നരകത്തിലേക്ക് പ്രവേശിക്കാൻ ഹേതുവാകുകയാണ്. നാളെ ലഭിക്കുന്ന പരലോകത്ത് കിട്ടുന്നതായ 3 ശിക്ഷകളിൽ ഒന്നാമത്തത് അല്ലാഹു അവനോട് ദേഷ്യപ്പെടുകയാണ് എങ്കിൽ, വ്യഭിചരിക്കുന്ന ആളുകളോട് ദേഷ്യമാണ് എങ്കിൽ, രണ്ടാമത്തത് അവനോട് കനത്ത വിചാരണയാണ്, മൂന്നാമത്തത് വൽ ഖുലൂദു ഫിന്നാർ
നരകത്തിൽ ശാശ്വതികത്വമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നരകത്തിലേക്ക് എഴുതിത്തള്ളു. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, കുറഞ്ഞ കാല ജീവിതം. ഇവിടെ ആവശ്യമില്ലാത്തതിലൊന്നും പെട്ടുപോകണ്ട. നമ്മുടെ ഈമാനിനെ സംരക്ഷിച്ചോ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് ഓർത്തൊന്ന് ദുഃഖിച്ചോ. ശരിക്ക് കരഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യൽ. മനുഷ്യനാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടാകും. കുല്ലുബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. തെറ്റിയാത്തത് അമ്പിയാ മുർസലീങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തെറ്റുകളിലേക്ക് നമ്മൾ വ്യാപൃതരായിട്ടുണ്ടാകും. പക്ഷെ ആ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് ഖേദത്തോടുകൂടിയും ദുഃഖത്തോടുകൂടിയും മേലിൽ അത് ചെയ്യില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടിയും ആ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളിൻ. അള്ളാഹു നമുക്ക് തൗബയുടെ വാതിൽ തുറന്നു തരും. അതിന് ഏറ്റവും നല്ല മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ഈമാനിന്റെ പ്രഭ നിലനിർത്താൻ അള്ളാഹുവിനെ നേർക്കുന്നവരെന്ന് കാണാൻ ഉപകരിക്കുന്ന നിസ്കാരത്തെ മുടക്കരുത്. നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒരു തരീഖത്തും വേണ്ട, ഒരു ശൈഖും വേണ്ട. 5 വഖത്ത് അവ്വൽ വഖത്തിൽ ജമാഅത്തായി പുരുഷന്മാർ നമസ്കരിക്കണം. സ്ത്രീകൾ അവ്വൽ വഖത്തിൽ തന്നെ നമസ്കാരം ചിട്ടവെക്കണം. ദിക്റുകൾക്കും ദുആകൾക്കും പ്രാധാന്യം കൽപ്പിക്കണം. നമുക്ക് നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ ഞാൻ ഇന്ന സമയത്ത് നിന്നെ ഓർത്തുകൊണ്ടും ദിക്റിലായി കഴിഞ്ഞവനാണെന്ന് പറയാൻ ഒരു സമയം നമുക്കുണ്ടാവണം. ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ സമയം ഡെയിലി സ്വലാത്ത് ചെല്ലാനും ദിക്ർ ചെല്ലാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. പള്ളിയിൽ കയറി വേഗം ഇറങ്ങി ഓടണ്ട. ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുന്നവൻ വിജയിച്ചു. ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവൻ വിജയിച്ചു. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവൻ വിജയിച്ചു. തെറ്റുകുറ്റങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുന്നവൻ വിജയിച്ചു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, 30, 40, 50 വയസ്സൊക്കെ. ഇനിയും നമ്മൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ വലിയ വിപത്തിലെത്തിച്ചേരും. ഒരു തിരിച്ചുവരവ് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ എന്ന ആയത്താണ് നിങ്ങൾക്ക് അവസാനമായി പറഞ്ഞു തരുന്നത്. വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങി, ഖേദിച്ചു മടങ്ങി. വഅസ്ലിമൂ ലഹു, റബ്ബിനെ പരിപൂർണമായി വഴിപ്പെട്ട് ജീവിക്കൻ. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, വലിയതാകുന്ന ശിക്ഷകൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ വേഗം തൗബ ചെയ്തു മടങ്ങിക്കോ. സുമ്മ ലാ തുൻസറൂൻ, ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ സഹായം ഉണ്ടാവില്ല. എന്തെങ്കിലും വിപത്ത് വന്നതിന് ശേഷം പിന്നെ കൈകാലിട്ടടിച്ചിട്ട് പടച്ചോനേന്ന് വിളിച്ചാലൊന്നും ആരും സഹായിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് മരണമെത്തുന്നതിന് മുമ്പ്, വിപത്ത് വരുന്നതിന് മുമ്പ്, പ്രയാസം വരുന്നതിന് മുമ്പ്, മാരകമാകുന്ന രോഗങ്ങൾ അള്ളാഹു നൽകി പരീക്ഷിക്കുന്നതിന് മുമ്പ്, ഇപ്പം ആരോഗ്യമുള്ള ഈ സമയം, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ബോധമുള്ള സമയം നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് മടങ്ങിക്കോ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമ്മുടെ മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. ഒരു 11 ഇസ്തിഗ്ഫാർ മാത്രം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ശരിയിട്ട് ദ്വാരക്കാണ് ഇൻഷാ അല്ലാഹ്. ഈ മാസത്തിൻ്റെയും ഈ സമയത്തിൻ്റെയും ഒക്കെ പവിത്രത മാനിച്ചുകൊണ്ട് അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് അല്ലാഹു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. آمين. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه على كل حال، وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. سبحان الأبدي الأبدي، سبحان الواحد الأحد، سبحان الفرد الصمد، سبحان رافع السماء بغير عمد، سبحان من بسط الأرض على الماء فجمد، سبحان من خلق الخلق وحصاهم عددا، سبحان من قسم الأرزاق ولم ينس أحدا، سبحان من لم يتخذ صاحبة ولا ولدا، سبحان من لم يلد ولم يولد ولم يكن له كفوا أحد،
اللهم صل وسلم وبارك على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاصطفائية صاحب القبضة الأصلية والبهجة السنية والرتبة العلية من اندرجت النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت برحمتك يا الله ويا أرحم الراحمين. അർഹമുർറാഹിമായ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഉറക്കെ പറയുന്ന ആമീൻ, ആമീൻ, ഒന്നുകൂടി ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിലെ നഖന്തയെ നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ റബ്ബേ. ലോകമാനിത് നീക്കണേ അല്ലാഹ്. നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംശുദ്ധമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട്, സാധൂകരിക്കണേ അല്ലാഹ്. ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ ശമനം നൽകണേ അല്ലാഹ്. പനിയുള്ളവരുണ്ട്, കഫക്കെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, തൊണ്ടവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അരിശസ് ഉള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനം സംഭവിച്ചു പോയവരുണ്ട്, വാൾവ് തകരാറിലുള്ളവരുണ്ട്, വാട്ട് സംബന്ധമായ രോഗമായി നിലകൊള്ളുന്നവരുണ്ട്, വെരിക്കോസ് വെയിനിന്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, യൂറിക് ആസിഡിന്റെ പ്രയാസമുള്ളവരുണ്ട്, മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട്, ശരീരവാസകര ചൊറിച്ചിലുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, സംസാര വൈഭവം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, കാതിന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹുവേ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാഹ്. രോഗങ്ങൾ ശമനം നൽകണേ അല്ലാഹ്. ഓർമ്മശക്തി, ബുദ്ധിശക്തി, ചിന്താശക്തി നിലനിർത്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകളുടെ തത്തുല്യമായ പ്രതിഫലം അല്ലാഹു ഏതൊരു മഹാനിന്റെ തിരുസവദത്തിലാണോ, ഏതൊക്കെ മഹത്തുക്കളുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, അവരുടെ ഹദറത്തിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാഹ്. അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവരുടെ മദദിലാക്കണേ അല്ലാഹ്. അവരുടെ ഹിഫ്ളും ഹിമായത്തിലുമായി ജീവിതം വഴി നടത്തണേ അല്ലാഹ്. അവരുടെ തണലിലായി മരണം സാധ്യമാക്കണേ അല്ലാഹ്. ആ മഹാത്മാരുടെ പൊരുത്തം ഞങ്ങൾക്ക് ഏവർക്കും, ഈ സദസ്സിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ലൈവായി ഈ സദസ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർക്കടക്കം നീ നസീബാക്കണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. പ്രവാസികളുണ്ട്, ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലാഹ്. ഖൈറായ വിസയ്ക്ക് വേണ്ടി കൊതിക്കുന്നവരുണ്ട്, നല്ല വിസ നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള വിസയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ഇഖാമയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നസീബാക്കണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാഹ്. ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലിക്കണ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള നിഅമത്തുകളെ നിലനിർത്തണേ അല്ലാഹ്. അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാഹ്. ഖൈറായ ഇണകളില്ലാത്തവരുണ്ട്, നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, സാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നസീബാക്കണേ അല്ലാഹ്. ഏതെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണോ ഈ മഹാന്മാരുടെ സവിധത്തിലേക്ക് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ കടന്നു വന്നിട്ടുള്ളത്, അല്ലാഹുവേ, സിയാറത്ത് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ തന്നെ അവരുടെ സർവ്വ മുറാദുകളെ ഹാസിലാക്കിയ വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഹിഫ്ളിൻ്റെതാകുന്ന സ്ഥാപനം, ദറസിന്റെ സ്ഥാപനം, മുതാല ചെയ്യാനുള്ള കുതുബ് ഖാനയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണേ അല്ലാഹ്. അതിനുവേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി, മാനസിക
മാനസികമായി പിന്തുണയ്ക്കുന്നവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങൾ ഹിഫ്ളിന് പഠിക്കുന്ന മക്കളുണ്ട്, ഖുവ്വത്ത് ഹിഫ്ള് കൊടുക്കണേ അല്ലാ. ഹിഫ്ള് ഇറങ്ങിയ മക്കളുണ്ട് അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുന്ന അമലായി സ്വീകരിക്കണേ അല്ലാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന റജുല യൽഖാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു. ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന വ്യക്തിയെ ഇതാ ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറിലേക്ക് പോകാൻ നിൽക്കുമ്പോ നല്ല തൂവള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനതാ അവന്റെ കൺമുന്നിൽ കാണുകയാണ്. ആ മനുഷ്യൻ ഇതാ ഖബറിൽ കിടക്കുന്നവനോട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, നിനക്കെന്നെ മനസ്സിലായില്ലയോ? ഖബർ പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുന്ന മനുഷ്യൻ പറയും, മാ അരിഫുക്, എനിക്ക് നിന്നെ മനസ്സിലായില്ല. വീണ്ടും ഈ ശുഭവസ്ത്രധാരിയായ മനുഷ്യൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, നിനക്കെന്നെ മനസ്സിലായില്ലയോ? ഒന്നുകൂടി നോക്കണേ, സൂക്ഷിച്ചൊന്നു നോക്കണേ. വീണ്ടും ഈ ഖബറാളി പറയുകയാണ്, മാ അരിഫുക്, തൂവള്ള വസ്ത്രം ധരിച്ച് തലപ്പാവ് ധരിച്ചൊരു മനുഷ്യന്റെ രൂപത്തിൽ വന്നു നിൽക്കുന്നതായ ആ മനുഷ്യനോട് പറയുകയാണ്, എനിക്ക് നിന്നെ മനസ്സിലായില്ല. അപ്പോഴാണ് ആ തൂവള്ള വസ്ത്രം ധരിച്ചതാകുന്ന വ്യക്തി പറയുന്നത്, അന സാഹിബുകൽ ഖുർആൻ, അന സാഹിബുകൽ ഖുർആൻ, ഞാനാണ് നിന്നെ പരിശുദ്ധമായ ഖുർആൻ. അല്ലദീ അസ്ഹറത ലൈലതക, നിന്റെ രാത്രിയെ ഉറക്കമൊഴിച്ചുകൊണ്ട് നീ പാരായണം ചെയ്തില്ലയോ? എന്നെയാണ് ആ പ്രിയപ്പെട്ടതാകുന്ന മനുഷ്യനെ ഖബറിൽ എഴുന്നേൽപ്പിക്കുകയാണ്, അവന് സമാധാനം കൊടുക്കുകയാണ്, അവന് തുണ നൽകുകയാണ്, അവനെ മഹ്ശറയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവൻ ആശ്വാസത്തിന്റെ തെളിനീരായി ആ ഖുർആൻ അവനോടൊപ്പം ശഫീആയി ശുപാർശകനായി നിലകൊള്ളുകയാണ്. സ്വർഗത്തിലേക്കുള്ളതാകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അവനിതാ കരാർപത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യനിതാ അല്ലാഹു സമ്മാനിക്കുകയാണ്. തീർന്നില്ല. വയൂളഉ അലാ റഅസിഹി താജുൽ വഖാർ, ഗാംഭീര്യത്താലുള്ള മനോഹരമായ സ്വർണത്തിനാലുള്ള ഒരു പ്രകാശത്തിന്റെ കിരീടത്തെ അല്ലാഹു ഹാഫിളീങ്ങളുടെ തലയിലേക്ക് അല്ലാഹു ധരിപ്പിക്കുകയാണ്. നെല്ലിക്കുന്ന പള്ളിയുടെ അകത്തലത്തിൽ വെച്ചുകൊണ്ട് ഖുർആൻ പഠിച്ചവനല്ലേ, ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചതായ മനുഷ്യനല്ലേ? 7 ഹാഫിളീങ്ങളില്ലേ, ഖുർആൻ പഠിച്ചിട്ടുള്ള മനപ്പാഠമാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ളതായ സാലിഹീങ്ങളെ നാളെ അല്ലാഹു ഇതാ കോടാനുകോടി ജനങ്ങളെ സാക്ഷിപത്രമാക്കി മലക്കുകൾ മുഖേന അല്ലാഹു തലയിലേക്ക് ധരിപ്പിക്കുകയാണ്. വയൂളഉ അലാ റഅസിഹി താജുൽ വഖാർ, ഗാംഭീര്യത്താലുള്ള ഒരു കിരീടത്തെ അല്ലാഹു തലയിലേക്ക് ധരിപ്പിക്കുകയാണ്. തീർന്നില്ല. വയുഅതാ വാലിദാ, അവന്റെ മാതാപിതാക്കളെ സദസ്സിലേക്ക് വിളിക്കുകയാണ്. പാവപ്പെട്ട മാതാപിതാക്കളാണ്, കൃഷിക്കാരാണ്, ജോലിക്കാരാണ്. ആ സാധു മനുഷ്യനിതാ ജനങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന, അമ്പിയാക്കൾ ഒരുമിക്കുന്ന, ഔലിയാക്കൾ ഒരുമിക്കുന്ന, സാലിഹീങ്ങൾ ഒരുമിക്കുന്നതായ ലോക ജനതയുടെ മുന്നിലേക്ക് മഹ്ശറയിലേക്ക് അവരെ അല്ലാഹു വിളിക്കുകയാണ്. വയുക്സാ വാലിദാഹു ബിഹുല്ലതൈൻ, ഹാഫിളീങ്ങളുടെ മാതാപിതാക്കളെ അല്ലാഹു സ്വർഗത്തിന്റെ ഉടയാടകൾ നൽകി അല്ലാഹു ആദരിക്കുകയാണ്. വയുക്സാ വാലിദാഹു ബിഹുല്ലതൈൻ, ദുനിയാവിൽ പരിശുദ്ധമായ ദീനിന്റെ ശിആർ അനുസരിച്ചുകൊണ്ട് ജീവിച്ചതായ ആ മാതാപിതാക്കളെ ജനങ്ങളുടെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി സ്വർഗത്തിന്റെ മനോഹരമായ പട്ടുവസ്ത്രം അല്ലാഹുർക്ക് ധരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബ, ലോകത്ത് ഒരാൾക്കും അതിന്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല സ്വഹാബ. അത്രയേറെ വില കൂടിയതാകുന്ന പട്ടുവസ്ത്രമാണ് ആ മാതാപിതാക്കളുടെ ശരീരത്തിലേക്ക് മലക്കുകൾ ഇട്ടുകൊടുക്കുന്നത്.
ആദര സൂചകമായി ഉടനെ അവർ ചോദിക്കുകയാണ്, അല്ലാഹുവേ എന്തിനാണ് ബിമ കുസീന ഹാദിഹി യാ അല്ലാഹ്. ആ സാധുക്കളായ മാതാപിതാക്കൾ കോടാനുകൂടി വരുന്ന മലായിക്കത്തുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് വിറങ്ങലിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടുകൂടി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ചോദിക്കുമത്രേ, ബിമ കുസീന ഹാദിഹി യാ അല്ലാഹ്, എന്തിനാണ് ഞങ്ങളെ ഇത് ധരിപ്പിച്ചത്, എന്തിനാണ് ഇത്രയേറെ വില കൂടിയതാകുന്ന വസ്ത്രം ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഇട്ടത്, ലോകം മുഴുവനും തിളക്കമാർഗുന്നതായ പ്രകാശത്തിന് സ്വർണത്തിനാലുള്ള കിരീടം എന്തിനാണ് ഞങ്ങളുടെ മക്കളുടെ തലയിലേക്ക് ധരിപ്പിച്ചത്? അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന മറുപടി നൽകുകയാണ്, ബിഅഖദി വലദികുമാ അൽ ഖുർആൻ, നിങ്ങളുടെ മക്കളെ ഖുർആനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിട്ടതല്ലയോ? ഹാഫിളീങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവരെ, ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കാൻ അവരെ സഹായിച്ചിട്ടുള്ള നെല്ലിക്കുന്നുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നാളെ അല്ലാഹു നൽകുന്ന ആദരവാണ്, സ്വർഗത്തിന്റെ ഉടയാടകൾ നൽകും ദീനുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ച കാരണത്താലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, അത്തരത്തിലുള്ള മനോഹരമായ ജീവിതം കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ഹിഫ്ളുൽ ഖുർആൻ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതായ ആളുകൾ, അവരെ നീ പ്രത്യേകം നീ സഹായിക്കണേ അല്ലാഹ്. ആ മക്കളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ, അവരുടേതാകുന്ന സർവ്വ കാര്യങ്ങളിലും ഏറ്റെടുക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അവരെ നീ ഖബൂലാക്കണേ അല്ലാഹ്. സർവോപരി ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഈ പള്ളിയുടെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, സർവരുടെയും ദറജ ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഈ സദസ്സിലും ഈ സ്റ്റേജിലും ഒക്കെ ഇരിക്കുന്ന ധാരാളം ആലിമീങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ പലരും പ്രായഭേദമന്യേ ധാരാളം ഉയർന്നവരാണ്. ഒരുപാട് ആളുകൾ ഉയർന്ന പ്രായമുള്ളവരുണ്ട്. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ പരിപൂർണമായി നിലനിർത്തണേ അല്ലാഹ്. ആഫിയത്ത് തരണേ റബ്ബേ, സിഹത്ത് കാമിലാക്കണേ അല്ലാഹ്. സർവോപരി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. കലിമ ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്തിലൂടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. പോരാ, നെല്ലിക്കുന്നുള്ളവർക്ക് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ ഈ സലാത്തിന്റെ ശബ്ദം പോരാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ, വൽഹറുള്ള തമ്മായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്തൂഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ മുദ്നിബീൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ, റാഹത്തുൽ ലിൽ ആശിഖീൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ മുദ്നിബീൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. بحقي وأذن لي صحبي صلاة منك دائمتي على النبي بمنهل ومنسجم مولاي صلي وسلم دائما أبدا.
كلهم ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف العشير الكرم مولاي صل وسلم دائما أبدا الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا الخلق كلهم